Hello, I'm Hasna. Welcome to my YouTube channel. ഈ വീഡിയോ ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്ന സ്വയം കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3rd സെമസ്റ്ററിൽ ഒരു കോഴ്സ് ചെയ്യാനുണ്ട്, വിച്ച് ഈസ് കോൾഡ് സ്വയം കോഴ്സ്. ആ കോഴ്സസിൽ ഒരു കോഴ്സാണ് ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു സ്വയം കോഴ്സിൽ എത്ര മൊഡ്യൂൾസ് ഉണ്ട്, ഓരോ മൊഡ്യൂൾസിലും എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് സിംപ്ലി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇൻ കമ്മിങ് വീഡിയോസ് ഐ എം ഗോയിങ് ടു ഡീൽ വിത്ത് ഈച്ച് ഓഫ് ദീസ് ചാപ്റ്റേഴ്സ് റിലേറ്റഡ് MCQs ആൻഡ് PYQs. ഓക്കെ, സോ ഇതിൽ 5 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ടീച്ചർക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യാനും ലെസൺസ് ഡെലിവർ ചെയ്യാനും പറ്റും, അതിന് എത്രത്തോളം എഫേർട്ട് ഇടണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സോ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്, പ്രാക്ടീസ് ആൻഡ് റിമെമ്പർ വാട്ട് ഈസ് ടോട്ട്. എത്രത്തോളം എഫക്റ്റീവായിട്ട് ക്ലാസ് എടുത്താൽ കുട്ടികൾക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിംപ്ലി ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ടീച്ചിങ്. അതാണ് ഈ ഒരു ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ ടോട്ടലി പറയുന്ന കാര്യങ്ങൾ. അതായത് ഒരു കുട്ടിയെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള പ്ലാനിങ്, അവരുടെ ക്ലാസ് ഡെലിവർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങുക, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പിന്നെ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ഓരോ പോയിന്റ്സും സമ്മറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് ഹോംവർക്ക് കൊടുക്കാം. ഇൻ ഷോർട്ട്, ഈ ഒരു ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡിനെ നമുക്ക് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ്, എക്സ്പ്ലെയിൻ, പ്രാക്ടീസ്, ടെസ്റ്റ് ആൻഡ് റിവൈസ്. ഈ ഒരു 5 കോമ്പണൻ്റ് ആയിട്ട് ഇതിനെ തിരിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ 5 മൊഡ്യൂൾസ് ഉണ്ട്. ദീസ് ആർ ദ 5 modules. An overview of learning and instruction. Second one, teacher-centered methods. Third one, instructional methods for developing practical outcomes. Fourth one, introduction to student-centered interactive methods. Fifth one, selecting instructional method using logical approach. Okay, so ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ഓവർവ്യൂ ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ അല്ലേ. ഈ ഒരു ഓവർവ്യൂ ആൻഡ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് സെയിം തന്നെയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ലേണിങ്ങിനെ പറ്റിയും ഇൻസ്ട്രക്ഷനെ പറ്റിയാണ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് അത് സ്റ്റുഡൻറ്റ് ബേസ്ഡ് ആണ്. അത് ആ കുട്ടികൾ പഠിക്കുന്ന ആ കുട്ടികൾ എങ്ങനെയാണ് ആ പഠനത്തെ പെർസീവ് ചെയ്യുന്നത്, അതായത് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ, അവരുടെ നോളജ്, സ്കിൽസ്, അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട്, ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് മാറുന്നുണ്ടോ എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് ലേണിംഗ്. സോ ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ, നോളജ് ഓർ സ്കിൽസ് ത്രൂ എക്സ്പീരിയൻസ്. പിന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യം ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻസ്ട്രക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗൈഡിങ് ആൻഡ് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ടു ലേൺ. അതായത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, അതായത് കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു, എങ്ങനെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലേണിങ്ങും ഇൻസ്ട്രക്ഷനും തമ്മിലുള്ള ഡിഫറൻസിയേഷനാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇതിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് നീഡ് ഫോർ എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്. എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ് അല്ലേ. ചില കുട്ടികൾ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യും, ചിലർ ഭയങ്കര സ്ലോ ലേണേഴ്സ് ആയിരിക്കും. സോ യൂസിങ് ഓൺലി വൺ മെത്തേഡ് ഈസ് റിയലി ബോറിങ്. ഓക്കെ, അതൊരു ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ അത് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സിൻ്റെ ഒരു ആവശ്യകതയാണ്. ഓക്കെ, ആ ഒരു ആവശ്യകതയെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ നമ്മുടെ കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെയും അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദ 3rd ചാപ്റ്റർ ഈസ് ബേസിക് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നതാണ്. ഇതിൽ നമ്മൾക്ക് സിമ്പിൾ സ്ട്രക്ചർ ഓഫ് ടീച്ചിങ്ങിനെ പറ്റി ഇതിൽ പറയുന്നു. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ പ്രസൻറ്റേഷൻ, പിന്നെ പ്രാക്ടീസ്, പിന്നെ ഇവാലുവേഷൻ, പിന്നെ റീക്യാപിറ്റുലേഷൻ. അതായത് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയുമ്പോൾ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോപ്പിക്കിനെ പറ്റി ജസ്റ്റ് ഒന്ന്
ഒരു ഇൻട്രോ കൊടുക്കുക. പിന്നെ കാര്യങ്ങൾ കണ്ടൻറ്റ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അവർക്ക് ഓരോ ആക്ടിവിറ്റീസും എക്സസൈസസും കൊടുക്കുക. പിന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവാലുവേഷൻ ചെയ്യുക. പിന്നെ റീക്യാപിറ്റുലേഷൻ, അതായത് സമ്മറൈസ് ചെയ്യുക. ഇത്ര നേരം നമ്മൾ പഠിച്ചതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊന്ന് സമ്മറൈസ് പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ട് കൊടുക്കുക. ഇതാണ് ഈ ബേസിക് ടീച്ചിങ് മോഡലിൽ വരുന്നത്. പിന്നെ 4ാമത്തെ ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇതിൽ എന്താ പറയുക, നമ്മൾ ഒരു കാര്യം ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായ കാര്യം കൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ, എന്നിട്ട് വേണം കോംപ്ലക്സിലേക്ക് എത്തിക്കാൻ. ആദ്യം തന്നെ കോംപ്ലക്സിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് അക്വയർ ചെയ്യാൻ പറ്റില്ല. സോ അത് ലേണിംഗ് ഷുഡ് മൂവ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. പിന്നെ അറിയുന്ന കാര്യങ്ങളെ വെച്ചിട്ട് വേണം അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ. നോൺ ടു അൺനോൺ. പിന്നെ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുക. എന്നിട്ട് വേണം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാണാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കാൻ. സോ ടീച്ചർ മസ്റ്റ് മോട്ടിവേറ്റ് ആൻഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് സ്റ്റുഡൻസ് ബൈ യൂസിങ് ദീസ് മെത്തേഡ്സ്. ഓക്കെ, സോ ഇതാണ് ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ. പിന്നെ 5ാമത്തെ ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. അതായത് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സിനെ നമുക്ക് ഒരു 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് ഉണ്ട്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജീസൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ലേണിംഗ് ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അത് ഇന്ന കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്താനാണെന്നുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ഉള്ളത്. സോ ഈ ഒരു 5 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പേര് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ്. ഇതിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ്. ഇതിൽ നമ്മുടെ ടീച്ചറാണ് ക്ലാസ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് അധികം പാസീവായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് തന്നെയാണ്. പിന്നെ അതിലെ 2ാമത്തെ ചാപ്റ്റർ വരുന്നത് ലെക്ചർ മെത്തേഡാണ്. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഓരോ ടോപ്പിക്സും ഓറലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, സ്റ്റുഡൻസ് അത് കേൾക്കുന്നു, നോട്ട്സ് എഴുതുന്നു. അതൊക്കെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ 3ാമത്തെ ചാപ്റ്ററാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഷോസ് ഹൗ സംതിങ് വർക്ക്സ്. ഒരു കാര്യം എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് ഷോ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കുന്നു. സോ കുട്ടികളത് കാണുന്ന സമയത്ത് അവർക്ക് നല്ല വിഷ്വൽ മെമ്മറി ഉണ്ടാവും. സോ ദേ ലേൺ ബൈ ഒബ്സർവിങ്. ഓക്കെ, അതാണ് ഈ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ 4ാമത്തെ ചാപ്റ്ററാണ് ക്വസ്റ്റ്യൻ ആൻസർ ടെക്നിക്ക്. ഇതിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കുട്ടികൾ ആൻസർ പറയുന്നു. ഇത് സ്റ്റുഡൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ബെറ്ററാണ്. ഓക്കെ, അതിൽ കുട്ടികൾക്ക് ഇതൊരു ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. അപ്പോൾ അവർക്ക് ഇടയിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരും. സോ അതാണ് 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഇംപ്രൂവ്ഡ് ലെക്ചർ മെത്തേഡാണ്. അതായത് ഇംപ്രൂവ്ഡ് ലെക്ചർ മെത്തേഡാണ്. ലെക്ചർ മെത്തേഡിൽ എങ്ങനെയായിരുന്നു, ടീച്ചേഴ്സ് ഓറലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കോമ്പിനേഷൻ ഓഫ് ലെക്ചർ പ്ലസ് ക്വസ്റ്റ്യനിങ് പിന്നെ വിഷ്വൽ എയ്ഡ്സും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഒരുപാട് യൂട്യൂബ്സിലും പിന്നെ അതുപോലെ ലേണിംഗ് ആപ്സിലൊക്കെ കാണുന്ന ഈ ഒരു വിഷ്വൽ എയ്ഡ്സ്, ഇൻട്രാക്റ്റീവ് ബോർഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇംപ്രൂവ്ഡ് ലെക്ചർ മെത്തേഡാണ്. ഓക്കെ, സോ ദീസ് ലെക്ചർ ഈസ് മോർ ഇൻട്രാക്റ്റീവ് ആൻഡ് ലെസ് ബോറിങ്. അത്ര ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല. ഓക്കെ, ഇനി അടുത്തത് 3ാമത്തെ മൊഡ്യൂളാണ്. 3ാമത്തെ മൊഡ്യൂളിൽ ഉള്ള 4 ചാപ്റ്റേഴ്സ്. ഒന്ന് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഫോർ ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ ഔട്ട്കംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്തൊക്കെയാണ്. സോ സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ സ്കിൽസും അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അതായത് ജസ്റ്റ് തിയറി മാത്രം പഠിച്ചു പോയാൽ പോരാ. ഓക്കെ,
അതിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ. സെക്കൻഡ് വൺ ലബോറട്ടറി വർക്കാണ്. ലബോറട്ടറി വർക്ക് മീൻസ് സ്റ്റുഡൻസ് എക്സ്പെരിമെൻറ്റ്സും ആക്ടിവിറ്റീസും ഒക്കെ പെർഫോം ചെയ്യുന്നു, അതായത് ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, പിന്നെ വരുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ വർക്ക്ഷോപ്പ് മെത്തേഡ്, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷൻസ് ആണ്. ഇതിൽ ഗ്രൂപ്പ് ടാസ്കും ഉണ്ടാവും, അതുപോലെ ഹാൻഡ് ഓൺ ലേണിങ്ങും ഉണ്ടാവും. ഓക്കെ, പിന്നെ നാലാമത്തെ ചാപ്റ്ററാണ് പ്രൊജക്റ്റ് വർക്ക്. പ്രൊജക്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് പ്രൊജക്റ്റ്, അതായത് സ്റ്റുഡൻസ് റിയൽ ലൈഫ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് അവരുടെ ക്രിയേറ്റിവിറ്റി, ടീം വർക്ക്, പിന്നെ അതുപോലെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, പിന്നെ വരുന്ന നാലാമത്തെ മൊഡ്യൂളാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇൻട്രാക്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്. അതായത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മെത്തേഡാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്സ്. ഇത് ഇവിടെ ടീച്ചർ എന്ന് പറയുന്ന ഒരു മിയർ ഗൈഡ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററാണ് ട്യൂട്ടോറിയൽ മെത്തേഡ്, അതായത് സ്മോൾ ഗ്രൂപ്പ് ടീച്ചിങ് ആണ്. ഇതിൽ ഇൻഡിവിജ്വൽ സപ്പോർട്ടും ഡൗട്ട് ക്ലിയറിങ്ങിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററാണ് സെമിനാർ മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് സ്റ്റുഡൻസ് ടോപ്പിക്സ് പ്രസൻറ്റ് ചെയ്യുന്നു. ടീച്ചേഴ്സ് എന്താണോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് സ്റ്റുഡൻസ് ചെയ്യുന്നു, അതായത് ഓരോ ടോപ്പിക്സും പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, കുറച്ച് കുട്ടികളെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു പേടി മാറും, സ്റ്റേജ് ഫിയർ മാറും. പിന്നെ അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതായത് അവരുടെ ഇൻഡിവിജ്വൽ സപ്പോർട്ട്, അവരുടെ സ്പീക്കിങ്ങും അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ എൻകറേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളൊക്കെ PG ഡിഗ്രി സമയത്ത് സെമിനാർ കിട്ടുന്ന സമയത്ത് നമുക്ക് മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഷിവറിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ പിന്നെ മാറ്റാൻ പറ്റുന്ന, അത് ചെയ്ത് നമുക്കത് ശീലാവുന്നതാണ്. സോ അത് സ്പീക്കിങ്ങിനെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും എൻകറേജ് ചെയ്യും. ഓക്കെ, ദെൻ അസൈൻമെൻറ്റ് മെത്തേഡ്. ഇതിൽ വരുന്നത് ഓരോ ടാസ്ക് കുട്ടികൾക്ക് കൊടുക്കും, അത് വീട്ടിൽ നിന്നായിക്കോട്ടെ ക്ലാസ്സിൽ നിന്നായിക്കോട്ടെ. ഓക്കെ, സോ ഇത് അവരുടെ ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അസൈൻമെൻറ്റ് മെത്തേഡ്. പിന്നെ വരുന്ന ലാസ്റ്റ് മൊഡ്യൂളാണ് സെലക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സെലക്ടിങ് മെത്തേഡ്സ് യൂസിങ് ലോജിക്കൽ അപ്രോച്ച്. അതായത് ഓരോ മെത്തേഡ്സും നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത് സ്റ്റുഡൻറ്റിൻ്റെ ലെവൽ എങ്ങനെയാണ്, അവരുടെ ലെവലിനനുസരിച്ചിട്ടുള്ള മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ക്ലാസ്സിലെ സ്ട്രെങ്ത് അതിനൊരു ബേസ് ആയിരിക്കണം. സ്ട്രെങ്ത് അനുസരിച്ചിട്ട് വേണം ആ മെത്തേഡ് യൂസ് ചെയ്യാൻ. എല്ലാ മെത്തേഡുകളും എല്ലാ സ്ട്രെങ്ത്തിനനുസരിച്ച് സ്റ്റുഡൻസിന് പറ്റിയതായിരിക്കില്ല. ഓക്കെ, പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ പ്രകൃതം എന്താണോ, അതായത് മലയാളത്തിലെ കഥയോ കവിതയോ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ലാബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് സാധ്യമല്ല. അത് ക്ലാസ്സിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കണം. അത് എത്രത്തോളം നമ്മൾ ജോയ്ഫുള്ളി, എത്രത്തോളം നമ്മൾ ആസ്വദിച്ചെടുക്കുന്നു അത്രത്തോളം അവരുടെ മനസ്സിലെത്തുള്ളൂ. സോ സബ്ജക്റ്റിൻ്റെ നേച്ചറിനനുസരിച്ച് വേണം നമ്മൾ സ്റ്റുഡൻസിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൈലബിൾ റിസോഴ്സസ്, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് പഠിപ്പിക്കാനുള്ളത് എന്നുള്ളതും കൂടി നോക്കിയിട്ടാണ് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഈ സെലക്ടിങ് മെത്തേഡ്സ് യൂസിങ് ലോജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററാണ് സെലക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ആൻഡ് മെത്തേഡ്. അതായത് ഒരു തരത്തിലുള്ള മെത്തേഡും പെർഫെക്റ്റ് ഒന്നുമല്ല. ഇന്നൊരു മെത്തേഡ് യൂസ് ചെയ്താൽ മാത്രമേ കുട്ടികളിലേക്ക് എത്തൂ എന്നൊന്നുമില്ല. ഓക്കെ, ഒരു ഗുഡ് ടീച്ചർ യൂസ് ചെയ്യുന്നത് ഒരുപാട് മെത്തേഡ്സ് ഒരു മെത്തേഡ് മാത്രമേ യൂസ് ചെയ്താലേ ഗുഡ് ടീച്ചർ ആവൂ എന്നൊന്നുമില്ല. ഒരു മിക്സ് ഓഫ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ ലോട്ട് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്തെന്ന് വരാം, ബേസ്ഡ് ഓൺ ടോപ്പിക്ക്, ടൈം അവൈലബിലിറ്റി, പിന്നെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ modules and the relevant chapters comes under these modules. സോ ഇതാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത്. സോ കമ്മിങ് വീഡിയോസിൽ ഓരോ മൊഡ്യൂൾസിൻ്റെയും ചാപ്റ്റർ വൈസ് കണ്ടൻറ്റ് ആൻഡ് PYQs ഇടുന്നതായിരിക്കും.
സോ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.